ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ മഴ സമയത്തൊക്കെ ചൂല് കഴുകിയെടുക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കുടഞ്ഞെടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് ചൂല് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കഴുകി ഉണക്കുന്നതിനേക്കാളും നമുക്ക് കഴുകിയ ഉടനെ തന്നെ ഉണങ്ങി കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂല് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വാഷ് ബേസിനിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും നമുക്ക് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പം നമ്മുടെ വാഷ് ബേസിനിൽ ആ മഞ്ഞളിപ്പെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കഴുകുകയാണെങ്കിൽ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം പൗഡർ കുടഞ്ഞിട്ട് ഒന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് റബ്ബർ ബാൻഡ് കട്ട പിടിക്കാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ബുക്കൊക്കെ മറിക്കുന്നതിന് നമുക്ക് ചില സമയത്തൊക്കെ ബുക്ക് ഇതേപോലെ ഉണ്ടോ ബുക്കൊക്കെ തണുത്തിരിക്കുന്ന സമയത്തിന് നമുക്ക് മറിക്കാനൊക്കെ പാടാണെങ്കിൽ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് തൂകിയതിന് ശേഷം കയ്യിലൊന്ന് ആക്കിയിട്ട് ഇതേപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പേപ്പറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മറിക്കാനായിട്ട് പറ്റും. അപ്പം എത്ര നമുക്ക് അടയാളം വെക്കാതെ തന്നെ നമ്മൾ ടെസ്റ്റുകളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മറിക്കാനായിട്ട് പറ്റും. അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്ന ഗ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഈർപ്പം പിടിച്ചിട്ട് കട്ട പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് പൗഡർ ഇതേപോലെ അകത്ത് തൂകിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിലിടുകയാണെങ്കിൽ എത്ര കട്ട പിടിച്ചിരുന്നാൽ തന്നെയും ഇതെല്ലാം മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിലിടാനും അതേപോലെ തന്നെ ഊരി വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അവിടെ കുത്തുന്ന സ്ലൈഡ്, കമ്പി സ്ലൈഡ്, ഇപ്പോൾ ഹെയർ പിൻ എന്ന് പറയും. അപ്പോൾ ഇതേപോലത്തെ പിന്നുകളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇളക്കം മാറാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഒരു ഡപ്പിയിലിട്ടതിന് ശേഷം ഈ സ്ലൈഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ തുരുമ്പിക്കാതെ സ്ലൈഡ് ഇരിക്കും. ഇത്ര നാൾ വേണമെങ്കിലും സ്ലൈഡ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഡപ്പിയിൽ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് വയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ആ ഇളക്കം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് മുല്ലപ്പൂവൊക്കെ കുത്തുന്നതിനാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഈ സ്ലൈഡ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് എപ്പം വേണേലും ഇതേപോലെ തന്നെ അതിൻ്റെ ആ കറുപ്പ് കളർ പോവാതെ തുരുമ്പിക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പൗഡർ ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഷർട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് തേക്കുന്നതിനായിട്ട് ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെങ്കിലും നമ്മുടെ ഷർട്ടിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കുമ്പോഴത്തേനും നമ്മൾ അലമാരയിലൊക്കെ ആണെങ്കിലും തുറക്കുമ്പോഴാണെങ്കിലും നല്ലൊരു മണവും കിട്ടും, നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷർട്ടിനകത്ത് ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഇതായിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനും പറ്റും. ഷർട്ട് ചുളികളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ ആക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷർട്ടൊക്കെ ആണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും.